മലപ്പുറം ജില്ലയിലെ പ്രധാന നദിയായ കടലുണ്ടിപ്പുഴയോട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ചേളാരി. വടക്കൻ പാട്ടുകളിൽ ചേളാപുരത്തങ്ങാടി എന്നറിയപ്പെട്ടിരുന്ന ചേളാരിക്ക് മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 300 വർഷം, അതായത് 3 നൂറ്റാണ്ട് പഴക്കമുള്ള പ്രസിദ്ധമായ ചേളാരി കാലിച്ചന്ത ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. മലബാറിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നാട്ടുചന്തകളിൽ ഒന്നായിരുന്നു ചേളാരി ചന്ത. കന്നുകാലികളെ വാങ്ങുവാനും വിൽക്കുവാനും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ എത്തിയിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇവിടെ ചന്ത നടന്നിരുന്നത്. കന്നുകച്ചവടം പോലെ തന്നെ മറ്റ് പലതരം കച്ചവടക്കാരും ഇവിടെയുണ്ടാകും. ചേളാരിയിലെ മറ്റൊരു ചരിത്ര നിർമ്മിതിയായിരുന്നു ബിർള കമ്പനി സ്ഥാപിച്ച ഒരു എയർ സ്ട്രിപ്പ്. മാവൂർ ഗോളിയോ റയാൻസിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതിന് വേണ്ടി ബിർള നിർമ്മിച്ചതായിരുന്നു ഈ എയർ സ്ട്രിപ്പ്. അന്നത്തെ ബിർള മാനേജർ ആയിരുന്ന കേണൽ രാജൻ ചേളാരിക്കാരനായ ആലിക്കുട്ടി ഹാജിയുടെ 92 ഏക്കർ സ്ഥലം വാങ്ങുകയും അവിടെ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുകയും ചെയ്തു. ആലിക്കുട്ടി ഹാജിക്ക് തന്നെയായിരുന്നു അതിൻ്റെ നിർമ്മാണ കരാർ. ബിർളയുടെ സ്വകാര്യ ആവശ്യത്തിനായി നിർമ്മിച്ചതാണെങ്കിലും ഹിന്ദു ദിനപത്രത്തിൻ്റെ പത്രക്കെട്ടുകൾ ഇറക്കാനും ഈ എയർ സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവിടെ വിമാനമിറങ്ങിയിട്ടുണ്ട്. 1969 ജനുവരി 17 ജില്ലയിലെ ആദ്യ വിമാനാപകടം ചേളാരിയിൽ നടക്കുന്നത്. രാവിലെ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഡക്കോട്ട വിമാനം തകർന്ന് പൈലറ്റും സഹപൈലറ്റും മരണപ്പെട്ടു. പത്രക്കെട്ടുകൾ ഇറക്കി തിരിച്ചു പറക്കുന്നതിനിടയിൽ വിമാനത്തിൻ്റെ എൻജിൻ തകരാറിലായി തൊട്ടടുത്തുള്ള വയലിലേക്ക് ചിറകുകുത്തി വീഴുകയായിരുന്നു. പൈലറ്റ് മെഹതയും സഹപൈലറ്റ് റെഡ്ഡിയും വയലിലേക്ക് തെറിച്ചു വീണു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരെത്തി മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. അപകടശേഷം ഹിന്ദു പത്രത്തിൻ്റെ വിമാനം ഇവിടെ വന്നിട്ടില്ലെങ്കിലും കരിപ്പൂർ എയർപോർട്ട് വരുന്നതുവരെ ഈ എയർ സ്ട്രിപ്പ് പ്രവർത്തിച്ചിരുന്നു. ചേളാരി വിമാനത്താവളം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ IOCയുടെ ബോട്ടിലിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ചേളാരിയിലെ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു മലയാളത്തിൻ്റെ ആധുനിക കവികളിലൊരാളായ കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതും ചേളാരി ഹൈസ്കൂളിലായിരുന്നു. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമസ്താലയവും സ്ഥിതി ചെയ്യുന്നത് ചേളാരി തന്നെയാണ്.